ഹലോ ഗൈസ്, ഇപ്പോൾ ഓട്ടോമൊബൈൽ ന്യൂസ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് നമ്മുടെ ഹോണ്ട 2023 പുറത്തിറക്കിയ ഒരു വെഹിക്കിളാണ് ഹോണ്ടയുടെ എലിവേറ്റ്. അപ്പോൾ വേണ്ട വിധത്തിൽ ഈ വാഹനം വല്ലാണ്ട് ക്ലിക്ക് ആയിട്ടില്ല. അതായത് നമ്മുടെ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് കിയയുടെ സെൽറ്റോസും ക്രെറ്റയൊക്കെയാണ്. പക്ഷേ അതിന്റെ അടുത്ത് പോലും അത്രയും കൂടി സെയിലോ കാര്യങ്ങളോ അതിൽ വരുന്നില്ല വല്ലാണ്ട്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ജനശ്രദ്ധ ആകർഷിച്ചിട്ടില്ല. അതായത് ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവും. അതായത് കുറേ ഫീച്ചറിസ്റ്റിക് ആയ കുറേ സംഭവങ്ങളൊന്നും അതിലില്ല, അതുകൊണ്ടൊക്കെ ആവാം. പക്ഷേ ജാപ്പനീസ് ബ്രാൻഡാണ് കേട്ടോ, അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് മേടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നല്ല വണ്ടിയാണ്. പക്ഷേ ഇതൊക്കെ കൊണ്ടാവും ഹോണ്ട ഒന്നുകൂടി ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലാക്ക് എഡിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 15.71 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് വില. അതായത് ഒരു ക്രിസ്റ്റൽ പേൾ ബ്ലാക്ക് കളറിലാണ് വണ്ടി വരുന്നത്. സംഭവം കാണുമ്പോഴൊക്കെ ആകെപ്പാടെ മാറിയിട്ടുണ്ട് ബ്ലാക്ക് എഡിഷനിൽ. അതുമാത്രമല്ല ഇൻറ്റീരിയേഴ്സൊക്കെ ഫുള്ള് ബ്ലാക്കാണ്, അലോയ്സ് ബ്ലാക്കാണ്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്നുകൂടി സെയിലും കാര്യങ്ങൾ കൂട്ടാനുള്ള പരിപാടിയാണ് ഹോണ്ട ഇപ്പോൾ നോക്കുന്നത്. ഈ ഹോണ്ടയുടെ ഈ ഇടയ്ക്കുള്ളൊരു പ്രത്യേകത ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ വെറുതെ പറയുന്നുള്ളതിൻ്റെ കൂടെ നമ്മളെ പുതിയ മോഡൽ അമേസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ അമേസിൻ്റെ ഫ്രണ്ട് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എലിവേറ്റ് വെട്ടി ചെറുതാക്കിയ പോലെയൊക്കെ തോന്നും. ഏറെക്കുറെ അവിടെയും ഇവിടെയൊക്കെ ഓരോ ഡിസൈനൊക്കെ കാണുന്നു. ഇനി അമേസിൻ്റെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാലോ നമ്മളെ ഹോണ്ട സിറ്റി ഇല്ലേ, പുതിയ മോഡൽ ഹോണ്ട സിറ്റി ഒന്ന് വെട്ടി ചെറുതാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു രൂപമാണ് ഹോണ്ട അമേസിൻ്റെ പുറകുവശം നോക്കി കഴിഞ്ഞാൽ. കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കി കഴിഞ്ഞാൽ എന്തായാലും അടിപൊളി വെഹിക്കിൾസ് ആയിട്ട് അവർക്ക് മാറാം. അതായത് ലുക്കിൻ്റെ കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യത്തിലാണ് കേട്ടോ. ഹോണ്ടയുടെ ഓട്ടോമാറ്റിക് ഒക്കെ വേറെ ലെവലാണ്. എഞ്ചിൻ ഗിയർ ബോക്സ് അങ്ങനെയൊന്നും കുറച്ചൊന്നും പറയാനില്ല, അതൊക്കെ പക്കയാണ്. പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീസ് വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മുടെ ക്രെറ്റ സെൽറ്റോസ് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പുറകിൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും 15.71 ലക്ഷം എക്സ്ഷോറൂം പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മേടിക്കുക. പിന്നെ ആർക്കെങ്കിലും സംഭവം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഈ വെഹിക്കിൾ ഇഷ്ടമല്ല, എന്താ കാരണം കൂടെ ഒന്ന് പറയാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടി പറയാം കേട്ടോ. ശരി.